ഹലോ, ഈ വീഡിയോ രണ്ട് കൂട്ടർക്ക് വേണ്ടിയിട്ടുള്ള മറുപടിയാണ് കേട്ടോ. ഇന്നലെ ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, പഴയ ഏതൊക്കെയോ വീഡിയോയിൽ 100ഓളം മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കാൻ വേണ്ടി പിന്നെ അത് കൊടുത്ത് കളയാൻ ഫേസ്ബുക്ക് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അതിൽ ഒരുത്തൻ അനിൽ കുമാർ എന്ന് പറഞ്ഞൊരു ഫേക്ക് അക്കൗണ്ട്, അവൻ്റെ ഫേക്ക് അക്കൗണ്ടിൻ്റെ ഉദ്ദേശം തന്നെ സെക്സ് വീഡിയോസ്, സെക്സ് കാര്യമായിട്ടുള്ള സംഭവ പരിപാടികളാണ്. അവൻ എന്നെ ഒരു തെറി വിളിച്ചേക്കുന്നു. അത് കഴിഞ്ഞിട്ട് വേറൊരുത്തൻ അവനെന്ന് പറഞ്ഞാൽ കമൻ്റ് ഇട്ടേക്കുകയാണ്, എനിക്ക് അഹങ്കാരമാണ്, എനിക്ക് ജോലി ചെയ്ത് ജീവിച്ചാൽ പോരെ, മറ്റുള്ളവരെ കാണിക്കണം എന്തിനെന്നാണ് അവൻ്റെ ചോദ്യം. അപ്പോൾ ഇതുപോലുള്ള കമൻറ്റിയൊക്കെ എങ്ങനെ റിപ്ലൈ കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നാമത്തെ കാര്യം, ഈ തെറി വിളിച്ചവന് വേണ്ടിയിട്ടാണ്. ഈ തെറി വിളിച്ചവൻ ഒന്നെങ്കിലും ഒരു മാനസിക രോഗി, അല്ലാന്നുണ്ടെങ്കിൽ അവന് വീട്ടിൽ വിളിച്ച് ശീലിച്ചത് അവൻ വെളിയിലുള്ള പെണ്ണുങ്ങളെ വിളിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇപ്പോഴത്തെ സൈബർ സെൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നേരിട്ട് പോയി പോലും പരാതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് പരാതി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തലയിടാതെ എൻ്റെ കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ആവശ്യമില്ലാത്ത ഒരു പ്രശ്നങ്ങളിലും തലയിടാൻ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഇപ്പോൾ ഓരോരുത്തർ ഇതുപോലെ ഇൻസ്റ്റയിലൊക്കെ ഓരോ പെമ്പിള്ളേർ പറയുന്നേക്കാം, കമൻ്റ് ഇട്ടുമാരെ സൈബർ സെല്ലിൽ പരാതി കൊടുത്തു, പൊക്കിയപ്പോഴത്തേക്ക് ഒന്നുകിൽ വയസ്സായ ആൾ അല്ലെങ്കിൽ കൊച്ചു പഠിക്കുന്ന പിള്ളേർ, അപ്പോൾ പിന്നെ പാവം തോന്നി കേസ് വേണ്ടാന്ന് പറഞ്ഞ് വെറുതെ വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഇട്ടേക്കുന്നതാണ്. പക്ഷേ എനിക്ക് അങ്ങനെ എന്തിലോട്ടെങ്കിലും ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഒരു ദാക്ഷിണ്യം ദയോ ഒന്നും തോന്നുന്ന ആളല്ല ഞാൻ. അങ്ങനെയുള്ള കമൻറ്റിലേക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ കഴിവതും പോവാറില്ല. എന്നെ തെറി വിളിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം അവൻ്റെ അക്കൗണ്ട് തന്നെ സെക്ഷൽ വീഡിയോസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളതാണ്. അപ്പോൾ അവൻ്റെ വിവരമാണ് അവൻ പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് ഇടുന്ന ലേഡീസ് ഉണ്ട്. അവരെയൊക്കെ അക്കൗണ്ടിൽ കയറി നിങ്ങൾക്ക് തെറി വിളിക്കാം. ഞാൻ ഈ വെയിലും കൊണ്ട് ഈ ഒരു പൊടി കൊച്ചിനെ കൊണ്ട് ഈ റോഡിൽ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്നെ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് അഹങ്കാരം കയറി പിന്നെന്താണ് ഞാൻ എന്തിനു മറ്റുള്ളവരെ വീഡിയോ ഇട്ട് കാണിക്കുന്നു എന്ന് ചോദിച്ച മഹാനായ വ്യക്തിയോട് ഞാൻ വീഡിയോ ഇടുന്നത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ വീഡിയോ ഇടുന്നത് എനിക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സാധനങ്ങൾ വാങ്ങാൻ കസ്റ്റമേഴ്സ് വരാൻ വേണ്ടിയിട്ടും എൻ്റെ ഒരു സന്തോഷത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. അത് കണ്ടിട്ട് വേറെ ആരും സങ്കടപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നെ എനിക്ക് അഹങ്കാരം കയറി എന്നുള്ള വാക്ക് അത് ഞാനൊരു ക്രെഡിറ്റ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ഞാനൊരു സിംഗിൾ മോമാണ്. അപ്പോൾ എനിക്ക് അഹങ്കാരവും തൻ്റെ ഇടവും കുറച്ച് ആവശ്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.